ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. ഉഷാറാണ് ഉഷാറാണ്. നിങ്ങളെങ്ങനെ ഉഷാറല്ലേ? നോമ്പെടുത്തു രാവിലെ ഉഷാറാണ്. എന്ത് ചെയ്യാൻ പോകുന്നു രാവിലെ? കോഴിക്കോട് പോകണം. കോഴിക്കോട് ഇറങ്ങിയതാ. എങ്ങനെയുണ്ട് പൊതുവെ ചൂട്? ഉഷാറാണ്. രാഷ്ട്രീയ ചൂട്? മലപ്പുറം ഉഷാറാണ്. മലപ്പുറം ഉഷാറാണ്. ഇപ്രാവശ്യം വസീഫ് അടക്കി. ആണോ? വസീഫിന് പറ്റുന്ന ഒരു അടിയൊഴുക്കുണ്ട്. അടിപൊളിയാണ്. ആണോ? നമസ്കാരം. നമസ്കാരം. പുള്ളി ഹിന്ദു ആണ്. പുള്ളി എന്നിട്ട് പോലും നോമ്പ് എടുത്തിട്ടുണ്ട്. ആണോ? ഹിന്ദു ആണോ? സുനിൽകുമാർ. എന്റെ പേര് ഷൈജു ഭാസ്കർ. ശരിക്കും തമാശ പറഞ്ഞാണോ? നോമ്പെടുത്തിട്ടുണ്ട്? 13 വർഷമായിട്ട് ചെയ്യണം. 13 വർഷമായിട്ട് സുനിൽകുമാർ നോമ്പെടുക്കുന്നുണ്ട്. ആണോ? അതെ അതെ അതെ. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു മതവിശ്വാസത്തോടുള്ള ഐക്യപ്പെടലാണ്. അത് നമ്മള് അങ്ങനെ ജനിച്ചു വളർന്നതാ. നമ്മളങ്ങനെ തൊട്ടടുത്തുള്ള മനുഷ്യര് നോമ്പെടുത്ത് പട്ടിണി ഇരിക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ, അതാണ് അതിന്റെ യഥാർത്ഥം. അങ്ങനെ നമ്മളെ കൂടെ ഉള്ളതൊക്കെ അങ്ങനെയാണ്. എല്ലാവരും കൂട്ടുകാർ എല്ലാവരും അവരുടെ കൂട്ടുകാരും അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമ്പോഴേ അതൊരു രസമായിട്ട് തുടങ്ങിയതാണ്. പുള്ളി ഒരു കൗതുകരമായ ഒരു കാഴ്ചയാണ്. അതായത് പ്രത്യേകിച്ച് മതവിശ്വാസി ഒന്നും അല്ലെന്ന് തോന്നുന്നു അല്ലേ? അല്ല, അങ്ങനെ ഒരു വിശ്വാസി ഹിന്ദു കുടുംബത്തിൽ ജനിച്ചു. അത് നമ്മള് ചെറുപ്പത്തിലൊക്കെ അമ്പലത്തിലൊക്കെ. ഭാര്യ മുസ്ലിമാണ്? ഭാര്യ മുസ്ലിംസ് ഒന്നല്ല, നമ്മളെ തന്നെയാണ്. പക്ഷേ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചിട്ടും ഐക്യപ്പെട്ട് ഭാര്യ നോമ്പെടുക്കും, കുടുംബം നോമ്പെടുക്കും. ഭാര്യ ഞാനും കുട്ടികളെ ആവണുള്ള കുട്ടികളൊക്കെ ഐക്യപ്പെടലാണ്. ഇത്രയും ദിവസം എടുക്കുമോ? ഫുള്ള് 13 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 13 വർഷമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത്ര ചെറിയ കാര്യമാണ്. എനിക്കൊന്നും അത് പലതരം രണ്ട് കാര്യങ്ങൾ. നമ്മുടെ മതേതരത്വത്തെ കുറിച്ച് രണ്ട് രീതിയിൽ പറയാം. ഒന്ന്, മതത്തെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി നിരീശ്വരവാദികളായിട്ട് ജീവിക്കും ഒരു കൂട്ടരങ്ങനെ. എന്നാൽ മറ്റൊരു കൂട്ടരങ്ങനല്ല. എല്ലാ മതവിശ്വാസങ്ങളോടും തുല്യ ബഹുമാനവും അതിലെ ആചാരങ്ങൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ അനുകരിച്ചും ജീവിക്കുന്നത് സുനിൽകുമാർ. ആ അർത്ഥത്തിൽ അതൊരു വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ സുനിൽകുമാർ ഒരു ഹിന്ദുവാണ്, പക്ഷേ മതവിശ്വാസങ്ങളുടെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. അത് ശരി. അപ്പോൾ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു മുതലിനെ കൂടെ നമ്മൾ കണ്ടെത്തി വേങ്ങരയിൽ. അപ്പോൾ കൊള്ളാം, നന്നായിരിക്കട്ടെ. താങ്ക് യു. സന്തോഷം സന്തോഷം. ഈ സ്നേഹമൊക്കെ ഉണ്ടാവട്ടെ, ഉഷാറായിട്ടുണ്ടാവട്ടെ. ഇങ്ങനെയുള്ള മനുഷ്യരാണ് നാടിന് വേണ്ടത് അല്ലേ? ഐക്യപ്പെടാൻ പറ്റണം, മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് പട്ടിണി കിടക്കാൻ പറ്റണം. അത് ഏത് വിശ്വാസത്തിന്റെ പുറത്താണെങ്കിലും. താങ്ക് യു സുനിൽ, താങ്ക് യു. അപ്പോൾ കോഴിക്കോട് യാത്ര ഉഷാറാവട്ടെ. താങ്ക് യു. സുനിലിനെ കണ്ടൊക്കെ നിറഞ്ഞു. അപ്പോൾ നമ്മളും മനോഹരമായ ഒരു കാഴ്ചയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് സുനിലിനെ കണ്ടത്. നമുക്കിനി ഒരു വാർത്തയിലേക്ക് കൂടി പോകണം. പ്രശാന്ത് തോട്ടങ്ങൾ നമുക്കൊപ്പം.